നിശബ്ദത നിറഞ്ഞതും മെല്ലെ വീശിയടിക്കുന്ന ഇളം കാറ്റിൻ്റെ തണുപ്പിൽ സമാധാനത്തോടെ ഉറങ്ങിയിരുന്ന ഒരു രാത്രി. ആ രാത്രിയിൽ അപ്രതീക്ഷിതമായി ഭയാനകമായൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ആ പ്രദേശത്തെ മുഴുവനും ഭയപ്പെടുത്തി. ഈ ഭീകരമായ ശബ്ദത്തിന് പുറകെ ആകാശത്തേക്ക് പാറക്കഷ്ണങ്ങൾ ചിന്നിച്ചിതറുകയും അതിനു പുറകെ തീയും പുകയും ആകാശത്തേക്ക് പരക്കുകയും ചെയ്തു. ആകാശത്തേക്ക് വ്യാപിച്ച പുക ആ രാത്രിയെ കൂടുതൽ ഇരുട്ടിലാക്കി. അതിനു പുറമെ കഠിനമായ ചൂടുള്ള ഉരുകിയ പാറകൾ ഒഴുകി താഴേക്ക് വരാൻ തുടങ്ങി. അത് ഒഴുകിയിരുന്ന വഴികളിൽ നിലനിന്നിരുന്ന എല്ലാ വസ്തുക്കളെയും കരിച്ചു നശിപ്പിച്ചു കളഞ്ഞു. ഇതൊരു കെട്ടുകഥയല്ല. ഒരു നിമിഷം കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവനും ഭീകരതയുടെ കൊടുമുടി വരെ എത്തിക്കുകയും നഷ്ടത്തിലാക്കുകയും ചെയ്ത നമ്മുടെ പ്രകൃതിയുടെ ഭയാനകമായൊരു പ്രതിഭാസം. ഇതിനെയാണ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എർത്ത് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉയർച്ചകളും താഴ്ചകളും രൂപപ്പെടാൻ കാരണമാകുന്ന ചലനങ്ങളെയാണ് എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എർത്ത് മൂവ്മെൻറ്റ്സിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു: എൻഡോജനിക് മൂവ്മെൻറ്റ്സ്, എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഭൂമിയുടെ ഉള്ളിലെ ബലങ്ങൾ കാരണമുണ്ടാകുന്ന ചലനങ്ങളെയാണ് എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഭൂമിക്കുള്ളിൽ നടക്കുന്ന റേഡിയോ ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾ, ആദിമതാപം, ഭൂമിയുടെ കറക്കം, ഭൗമതാപ വ്യതിയാനങ്ങൾ, സംവഹന ചലനങ്ങൾ എന്നിവയൊക്കെ എൻഡോജനിക് മൂവ്മെൻറ്റ്സിന് ആവശ്യമായ ഊർജം നൽകുന്ന ഘടകങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിനു പുറത്തു നിന്നുള്ള ബലങ്ങൾ കാരണമുണ്ടാകുന്ന പ്രക്രിയകളെ എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു പ്രദേശത്തിലെ ചരിവ്, ഗ്രാവിറ്റി, പ്രഷർ, ഗ്ലേഷ്യേഴ്സ്, റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്രൗണ്ട് വാട്ടർ, താപനിലയിലെ മാറ്റം മൂലമുണ്ടാകുന്ന മോളിക്കുലർ സ്ട്രെസ്, ഡിഫറൻറ്റ് കെമിക്കൽ ആക്ഷൻസ് ഇതൊക്കെ എക്സോജനിക് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഈ വീഡിയോയിൽ എൻഡോജനിക് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എൻഡോജനിക് മൂവ്മെൻറ്റ്സിനെ രണ്ടായി തരംതിരിക്കുന്നു: ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ്, സഡൻ മൂവ്മെൻറ്റ്സ്. ഭൂമിയുടെ ആന്തരിക ശക്തികൾ കാരണം ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെയാണ് ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പർവ്വതങ്ങൾ, താഴ്വരകൾ, ഭൂഖണ്ഡങ്ങൾ എന്നിവയുടെ രൂപീകരണം ഇതിനുദാഹരണമാണ്. അപ്രതീക്ഷിതമായി ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ചലനങ്ങളെയാണ് സഡൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റിനെ രണ്ടായി തരംതിരിക്കുന്നു: എപ്പിറോജനിക് പ്രോസസ്, ഓറോജനിക് പ്രോസസ്. ഭൂഖണ്ഡങ്ങളുടെ പതുക്കെയുള്ള ഉയർച്ചയെയും താഴ്ന്നിറക്കത്തെയും എപ്പിറോജനിക് പ്രോസസ് എന്ന് വിളിക്കുന്നു. പർവ്വതങ്ങളുടെ നിർമ്മാണ പ്രക്രിയകളെ ഓറോജനിക് പ്രോസസ് എന്നും വിളിക്കുന്നു. ഇനി സഡൻ മൂവ്മെൻറ്റിനെയും രണ്ടായി തരംതിരിക്കുന്നു: എർത്ത്ക്വേക്ക്, വോൾക്കാനിസം. ഭൂമിയുടെ പുറം ഭാഗമായ ക്രസ്റ്റിനെയും രണ്ടാമത്തെ പാളിയായ മാൻഡിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിനെയും ചേർത്ത് ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ലിത്തോസ്ഫിയറിന് താഴെ പാറകൾ ഭാഗികമായി ഉരുകിയ അവസ്ഥയിലുള്ള ഭാഗത്തെ ആസ്റ്റനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ആസ്റ്റനോസ്ഫിയറിൽ നിന്നാണ് മാഗ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗികമായി ഉരുകിയ പാറകൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പൊട്ടലുകളിലൂടെയും ദ്വാരങ്ങളിലൂടെയും വരുന്നത്. ഇങ്ങനെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മയെ ലാവ എന്ന് വിളിക്കുന്നു. ഒരു അഗ്നിപർവ്വതത്തിനെ പുറത്തുനിന്നും നോക്കുമ്പോൾ ഒരു മല പോലെ തോന്നിയാലും അതിൻ്റെ ഉള്ളിൽ വളരെ സങ്കീർണമായൊരു സംവിധാനമുണ്ട്. ഇതാണ് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഘടന. ആദ്യം നമുക്ക് ഉള്ളിൽ നിന്നും തുടങ്ങാം. ആദ്യത്തേത് മാഗ്മ ചേംബർ. ഇതാണ് വോൾക്കാനോയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിക്കടിയിൽ മാഗ്മയെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വലിയ അറയാണിത്. ഇതാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ പ്രധാന സ്രോതസ്. മാഗ്മ ചേംബറിൽ നിന്നും ഉപരിതലത്തിലേക്ക് മാഗ്മ എത്തുന്നത് ഒരു കുഴലിലൂടെയാണ്. ഇതിനെ വെന്റ് എന്ന് പറയുന്നു. ഇതിനെ മെയിൻ പൈപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ കാണപ്പെടുന്ന കപ്പിൻ്റെ ആകൃതിയിലുള്ള ഭാഗത്തിനെ ക്രേറ്റർ എന്ന് പറയുന്നു.
ഇതിലൂടെയാണ് ലാവയും പുകയും പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന ലാവയും ചാരവും തണുത്തുറഞ്ഞ് അഗ്നിപർവ്വതത്തിന് ചുറ്റും ഒരു മല പോലെ രൂപപ്പെടുന്നു. ഈ ഭാഗത്തിനെ കോൺ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് കാലക്രമേണ ഒരു മല പോലെ ഉയരുന്നു. ഇതിനെ അഗ്നിപർവ്വത കോൺ എന്നും പറയാറുണ്ട്. ഭൂമിക്കടിയിലായിരിക്കുമ്പോൾ ഉരുകിയ പാറയെ മാഗ്മ എന്നും സ്ഫോടനത്തിലൂടെ അത് ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ലാവ ഫ്ലോ എന്നും വിളിക്കുന്നു. ഇത് ചൂടോടെ താഴേക്ക് ഒഴുകുകയും പരിസരങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തണുത്താൽ പുതിയ പാറകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ പ്രധാന വെന്റിൽ നിന്നും മാറി അഗ്നിപർവ്വതത്തിൻ്റെ വശങ്ങളിലൂടെയും ലാവ പുറത്തേക്ക് വരാറുണ്ട്. ഇതിനെ സൈഡ് വെന്റ് എന്ന് വിളിക്കുന്നു. സ്ഫോടന സമയത്ത് വലിയ അളവിൽ ചാരവും വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് കിലോമീറ്ററുകളോളം ഉയരാറുണ്ട്. ഇതിനെ ആഷ് ക്ലൗഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ചെറുതായി പൊഴിഞ്ഞ പാറകളും വാതകങ്ങളുമുണ്ട്. ഇത് സൂര്യപ്രകാശത്തെ തടഞ്ഞ് ആകാശത്തെ ഇരുണ്ടതാക്കുന്നു. ഇത് കാറ്റിലൂടെ ദൂരത്തേക്ക് പോകുന്നു. മാഗ്മ പുറത്തേക്ക് എത്തുന്നതിന് മുൻപ് ഭൂമിക്കടിയിലെ പാറകൾക്കിടയിലുള്ള വിള്ളലുകളിലൂടെ പടർന്ന് ഹൊറിസോണ്ടലായി തണുത്തുറയുന്നതിനെ സിൽ എന്നാണ് വിളിക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം പൊടിപടലങ്ങളും ചാരങ്ങളും അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ലെയറിനെ ആഷ് ലെയർ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളിലുള്ള മാഗ്മ വളരെ ചൂടുള്ളതായതിനാൽ ഇത് മുകളിലേക്ക് പതുക്കെ ഉയരാൻ തുടങ്ങും. പിന്നീട് അത് മാഗ്മ ചേമ്പറിൽ അടിഞ്ഞുകൂടുന്നു. കാലക്രമേണ മാഗ്മയും അതിലുള്ള ഗ്യാസും കൂടി വലിയ പ്രഷർ രൂപീകരിക്കുന്നു. ഈ സമ്മർദ്ദം വളരെ കൂടുതലാകുമ്പോൾ ഭൂമിയുടെ ക്രസ്റ്റിലെ ദുർബലമായ ഭാഗങ്ങളിലൂടെയും പൊട്ടലുകളിലൂടെയും മാഗ്മ, ഗ്യാസ്, ആഷസ് എന്നിവ മെയിൻ വെന്റിലൂടെ പുറത്തേക്ക് അതിശക്തിയായി പുറന്തള്ളപ്പെടുന്നു. ഇതിനെയാണ് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. വോൾക്കാനോകളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ആക്റ്റീവ് വോൾക്കാനോ, ഡോർമെന്റ് വോൾക്കാനോ, എക്സ്റ്റിൻറ്റ് വോൾക്കാനോ. ഇപ്പോഴും സ്ഫോടനങ്ങൾ നടക്കുന്നതോ സമീപകാലത്ത് സ്ഫോടനങ്ങൾ സംഭവിച്ചിട്ടുള്ളതോ ആയ വോൾക്കാനോകളെ ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നു. ഈ വോൾക്കാനോകളിൽ ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവയിൽ നിന്നും ലാവയും പുകയും ഗ്യാസുമൊക്കെ പുറന്തള്ളപ്പെടാറുണ്ട്. സാധാരണയായി ആക്റ്റീവ് വോൾക്കാനോകൾക്ക് അപകട സാധ്യതകൾ കൂടുതലാണ്. ആക്റ്റീവ് വോൾക്കാനോസിൻ്റെ വിസ്ഫോടനങ്ങൾ ഭൂകമ്പങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട്. ഇതിനുദാഹരണമാണ് ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് എത്ന. ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നാണിത്. വളരെയേറെ കാലങ്ങളായി സ്ഫോടനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും വീണ്ടും സജീവമാകാൻ സാധ്യതയുള്ള വോൾക്കാനോസിനെയാണ് ഡോർമെന്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഈ വോൾക്കാനോസ് ഇപ്പോൾ ശാന്തമായിരിക്കും, എന്നാൽ ഭാവിയിൽ സ്ഫോടനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇനാക്റ്റീവായി തോന്നും, പക്ഷേ ഇപ്പോഴും മാഗ്മ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതിനുദാഹരണമാണ് ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഫൂജി. ഈ വോൾക്കാനോയ്ക്ക് വർഷങ്ങളായി സ്ഫോടനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, എന്നാൽ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. ഇനി സ്ഫോടനങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്ന വോൾക്കാനോസിനെയാണ് എക്സ്റ്റിൻറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഇതുപോലുള്ള വോൾക്കാനോസിൻ്റെ മാഗ്മ സോഴ്സ് നഷ്ടപ്പെട്ടിരിക്കും. ഇവ വളരെ പഴക്കം ചെന്ന വോൾക്കാനോസ് ആയിരിക്കും. വിസ്ഫോടനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ചില വോൾക്കാനോസിനെ വെറും മല പോലെ മാത്രമാണ് കാണപ്പെടുന്നത്. ഇതിനുദാഹരണമാണ് സ്കോട്ട്ലൻഡിലെ എഡിൻബ്ര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അർദേഴ്സ് സീറ്റ് എന്ന വോൾക്കാനോ. ഇതിനെ ഇപ്പോൾ വെറും മല പോലെ മാത്രമാണ് കാണപ്പെടുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം ഒരുപാട് നഷ്ടങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഒരുപാട് മനുഷ്യജീവനുകൾ ഇല്ലാതാകുന്നുണ്ട്. ലാവ അത് ഒഴുകി വരുന്ന വഴികളിലുള്ള എല്ലാ വസ്തുക്കളെയും കരിച്ചു കളയുന്നതിനാൽ വീടുകളും ഭൂമികളും കൃഷിയിടങ്ങളും നശിക്കുന്നു. ഒരുപാട് പേരുടെ ജോലികളെയും ഇത് കാര്യമായി ബാധിക്കാറുണ്ട്. അതുപോലെ ഇതിൽ നിന്നും വമിക്കുന്ന പുകകൾ കൃഷികളെ നശിപ്പിക്കാറുണ്ട്. പുകയും ആഷ് ക്ലൗഡും കാരണം
വിമാന സർവീസുകൾക്കും യാത്രകൾക്കും ഇത് തടസ്സമുണ്ടാക്കുന്നു. അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ വരെ ബാധിക്കാറുണ്ട്. ഇതൊക്കെ വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ദോഷങ്ങളാണെങ്കിലും ഒരുപാട് ഗുണങ്ങളും ഈ സ്ഫോടനങ്ങളിലൂടെ നമുക്കുണ്ട്. വോൾക്കാനിക് ആഷസ് മണ്ണിനെ കൂടുതൽ സസ്യസമ്പന്നമാക്കുന്നു. അതിനാൽ കൃഷി നന്നായി മെച്ചപ്പെടുന്നു. ലാവകൾ തണുത്ത് പുതിയ ദ്വീപുകളും ഭൂഭാഗങ്ങളും രൂപപ്പെടുന്നു. ചില വിലപിടിപ്പുള്ള ധാതുക്കൾ വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതുപോലെ സ്ഫോടനത്തിലൂടെ കിട്ടുന്ന ജിയോതെർമൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതിയെ നിർമ്മിക്കാൻ സാധിക്കും. ലാവ റോക്കുകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് വളരെ ഫെർട്ടൈൽ ആയതിനാൽ കൃഷിക്ക് ആ പ്രദേശത്തെ ഇത് കൂടുതൽ അനുയോജ്യമാക്കുന്നു. അതുപോലെ വോൾക്കാനോകൾ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കുന്നതിനാൽ ഇതുവഴി ആ പ്രദേശത്തിന് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വോൾക്കാനോകൾക്ക് ചുറ്റിലും ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ഭൂമിക്ക് ഒരേ സമയം അനുഗ്രഹവും ഭീഷണിയുമാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമെങ്കിലും അതിനുപരി നിരവധി ഗുണങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയിലെ ഏറ്റവും ശക്തമായ പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.